സീരീസ് 2-3-4 മത്സരങ്ങൾ. ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരു ബാക്കപ്പ് പ്ലെയർ ആയിരുന്ന വ്യക്തി മെയിൻ പ്ലെയറായി മാറുകയും മെയിൻ പ്ലെയർ ആയിരുന്ന വ്യക്തി ബാക്കപ്പ് പ്ലെയറായി മാറുകയും കാഴ്ച നമ്മൾ കണ്ടത് ഈ ന്യൂസിലൻഡ് T20 സീരീസിലാണ്. സഞ്ജു സാംസന്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാൻ കിഷനെ തിരഞ്ഞെടുത്തിരുന്ന അതേ സെലക്ടേഴ്സ് ഇപ്പോഴിതാ ഇഷാൻ കിഷനെ ഫോർഫ്രണ്ടിൽ വെച്ചുകൊണ്ട് സഞ്ജു സാംസനെ ടീമിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. നമുക്ക് ആർക്കും അതിൽ കുറ്റം പറയാൻ കഴിയില്ല, കാരണം ഫാക്ട്സ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. സഞ്ജു സാംസൺ ഇന്ത്യ ന്യൂസിലൻഡ് T20 സീരീസിൽ ഏറ്റവും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. 5 മത്സരങ്ങളിൽ നിന്നും വെറും 46 റൺസ് മാത്രമാണ് സഞ്ജുവിൻ്റെ പക്കലുള്ളത്. എന്നാൽ 4 മത്സരങ്ങളിൽ നിന്നും 215 റൺസ് എടുത്ത ഇഷാൻ കിഷൻ വേറൊരു വശത്ത് നിൽക്കുമ്പോഴേക്കും സ്വാഭാവികമായും ടീം ഫോമിലുള്ള ആളെ എടുക്കും, മൊമെൻറ്റമുള്ള ആളെ എടുക്കും, അത്രയധികം കോൺഫിഡൻസ് ഉള്ള ആളെ തന്നെ T20 ലോകകപ്പിലും എടുക്കും. ഇഷാൻ കിഷൻ T20 ലോകകപ്പ് സ്ക്വാഡിലേക്ക് വന്നു. വാം-അപ്പ് മത്സരത്തിൽ ഇഷാൻ കിഷൻ 50 റൺ അടിച്ച് റിട്ടയർഡ് ഔട്ടാവുകയും ചെയ്തു. അതായത് ടീമിൽ വീണ്ടും ഉറപ്പിക്കുകയായിരുന്നു ഇഷാൻ തൻ്റെ സ്ഥാനം. ഇന്നത്തെ മത്സരത്തിൽ USA-ക്കെതിരെയും ഇഷാൻ തന്നെ കളിക്കും. സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാവില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, സഞ്ജു ഒട്ടും കോൺഫിഡൻസിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ T20 ലോകകപ്പിലേക്ക് വരുമ്പോൾ പോലും സഞ്ജുവിന് ടീമിൽ ഇടം കിട്ടിയാൽ പോലും സഞ്ജുവിനെ മുകളിലേക്ക് ഒന്നും ഇടാൻ പോകുന്നില്ല. കാരണം ഈ ലോകകപ്പിലെ വാം-അപ്പ് മത്സരത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? സഞ്ജു കളിച്ചു, പക്ഷേ എവിടെ കളിച്ചു? ഏകദേശം ഹർഷിത് റാണയുടെ ആ ഒരു അടുത്ത് നിന്നാണ് സഞ്ജുവിനെ ബാറ്റിംഗ് ഓർഡറിൽ പോലും പ്ലേസ് ചെയ്തത്. അതായത് തുടക്കത്തിലൊന്നും സഞ്ജുവിന് അവസരം കൊടുക്കാതെ അവിടെ കളിച്ചത് മുഴുവൻ ഇഷാൻ കിഷനും അല്ലെങ്കിൽ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഒക്കെ തന്നെ കളിച്ചുകൊണ്ടിരുന്നു. അതിന് പിന്നാലെ ഏറ്റവും താഴെയാണ് സഞ്ജു സാംസന്റെ പ്ലേസിംഗ്. ഓർക്കുക, ഓപ്പണറായിട്ട് നിന്ന വ്യക്തിയാണ്. അവിടെ നിന്നുകൊണ്ട് സഞ്ജുവിനെ ഇത്തവണ ടീമിൽ പോലും എടുക്കാൻ സാധ്യതയില്ല എന്നത് വേണം തന്നെ കണക്കാക്കാൻ. സഞ്ജു വാട്ടർ ബോയ് ആയിട്ട് മാറുന്ന കാഴ്ചയാണോ എന്നതും കൂടി ചോദിക്കേണ്ടി വരുന്നു. കാരണം ഈ സീരീസിന് മുമ്പേ, അതായത് ഇന്ത്യ ന്യൂസിലൻഡ് സീരീസിന് മുമ്പേ തന്നെ T20 ലോകകപ്പിന്റെ സ്ക്വാഡൊക്കെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പിച്ചിരുന്നത് ഈ T20 ലോകകപ്പ് സഞ്ജു കളിക്കും എന്നത് തന്നെയാണ്. കഴിഞ്ഞ തവണയും 2024 ബെഞ്ചിലിരിക്കാനായിരുന്നു സഞ്ജുവിൻ്റെ വിധി T20 ലോകകപ്പിൽ. കാരണം അപ്പോൾ നമുക്ക് ഊഹിക്കാം, കാരണം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ തന്നെ നിൽക്കുമ്പോഴേക്കും സഞ്ജുവിന് ഒരു പൊസിഷൻ കിട്ടുക എന്നത് വലിയ പാട് തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാ സാഹചര്യങ്ങളും സഞ്ജുവിന് അനുകൂലമായിരുന്നു. എല്ലാം കൊണ്ടും സഞ്ജുവിന് കളിക്കാമെന്നുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു. ടീം അനൗൺസ് ചെയ്യുമ്പോൾ പോലും മെയിൻ വിക്കറ്റ് കീപ്പറായിട്ടാണ് സഞ്ജുവിനെ എടുത്തിരിക്കുന്നതെന്ന് കൂടി ഓർക്കുക. അവിടെ നിന്നുകൊണ്ടാണ് ഒരു ഇന്ത്യ ന്യൂസിലൻഡ് സീരീസ് വന്ന് ഒരു മനുഷ്യൻ്റെ, ഒരു ക്രിക്കറ്റ് പ്ലെയറിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന കാര്യത്തിലേക്ക് മാറുന്നത്. ഒരുപക്ഷെ ഈ മാനേജ്മെൻറ്റ് സഞ്ജുവിനെ എടുക്കുമോ ഇല്ലയോ എന്ന് പോലും സംശയമാണ്. ഇനി അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു T20 സീരീസിൽ സഞ്ജുവിന് ഒരു അവസരം കിട്ടിയാലായി. പക്ഷേ എന്നാൽ പോലും ഈ T20 ലോകകപ്പിൽ സഞ്ജുവിനെ പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതിന് കാരണം സഞ്ജുവിൻ്റെ ഫോമില്ലായ്മ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് പ്ലെയേഴ്സ് ഗംഭീരമായിട്ട് കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇഷാൻ കിഷൻ ടൈം ചെയ്യുന്നതും ഇഷാൻ കിഷൻ പ്ലേസ് ചെയ്യുന്നതും ഇഷാൻ കിഷൻ്റെ പവറും ഒക്കെ തന്നെ നമ്മൾ ഇത്തവണത്തെ മത്സരങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. നമ്മളെല്ലാവരും പറയാറുണ്ടല്ലേ, സഞ്ജു സാംസനെ തഴയുന്നുണ്ട്. പക്ഷേ ഇഷാൻ കിഷനെയും ഇതുപോലെ തന്നെ തഴഞ്ഞിട്ടുണ്ട്. പക്ഷേ സഞ്ജുവിനെ തഴഞ്ഞതിനേക്കാൾ കൂടുതൽ ഇഷാനെ തഴഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇഷാൻ ഗിവ് അപ്പ് ചെയ്യാതെ ഇഷാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് T20 ലോകകപ്പിൽ ഇഷാൻ തൻ്റെ സ്പോട്ട് നേടിയെടുത്തതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ മാത്രമേ പഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തവണ സെലക്ടേഴ്സ് അല്ല വില്ലൻ, ക്യാപ്റ്റൻ അല്ല വില്ലൻ, ടീം അല്ല വില്ലൻ, സഞ്ജു തന്നെയാണ് വില്ലൻ. അത് സഞ്ജുവിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. പക്ഷേ എന്നാൽ പോലും ഭയങ്കര വിഷമം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇന്ന് ഇന്ത്യ USA മത്സരം ഉണ്ട്, അപ്പോൾ അത് നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും USA-ക്കെതിരെ സഞ്ജു സാംസൺ കളിക്കില്ല എന്നുള്ളത് ഏകദേശം ഒരു ധാരണയാകുമ്പോൾ പോലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് വലിയൊരു വിഷമവും കൂടിയാവുന്ന കാര്യത്തിലേക്ക് മാറുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഇന്ത്യക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് വരുമ്പോഴേക്കും ഒരു പക്ഷേ ഭാവിയിൽ തുടർന്ന് അങ്ങോട്ട് സഞ്ജുവിനൊരു ഇടം കിട്ടുമോ എന്നതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ടീം വളരെ സെറ്റാണ്. ഐ ജസ്റ്റ് സ്പിറ്റ് ഔട്ട് ദ ടീം. ഒരു പ്രോബബിൾ 11 എന്നൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു 11 തന്നെയാകുമെന്നതിൽ തർക്കമൊന്നുമില്ല. അതായത് നമുക്കൊന്ന് പ്രോബബിൾ 11ലേക്ക് പോവാം. ഇഷാൻ കിഷൻ വിൽ ബി ദ വിക്കറ്റ് കീപ്പർ. അഭിഷേക് ശർമ്മ ഉണ്ടാകും. തിലക് വർമ്മ ഇൻ 3, സൂര്യകുമാർ യാദവ് ഇൻ 4, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവം ദുബെ, അക്സർ പട്ടേൽ, അർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ ആൻഡ് വരുൺ ചക്രവർത്തി. ഇതായിരിക്കാം ഒരു പ്രോബബിൾ 11ലേക്ക് മാറുന്നൊരു കാഴ്ച. അവിടെയും സഞ്ജു സാംസന് സ്ഥാനമില്ല. പ്രോബബിൾ 11 എന്നുള്ള രീതിയിൽ പല ക്രിക്കറ്റ് അനാലിസ്റ്റുകളും അല്ലെങ്കിൽ ഫോമർ പ്ലെയേഴ്സും ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന ഒരു 11 ആണിത്. അപ്പോൾ അതിലേക്ക് മാറുകയാണെങ്കിൽ സഞ്ജു വിൽ ഹാവ് ടു സ്റ്റെപ്പ് ഡൗൺ ആൻഡ് ബി എ വാട്ടർ ബോയ്. അതിനകത്ത് വേറെ നമ്മൾ വിഷമിച്ചിട്ടോ തർക്കിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇഷാൻ ഡിസേർവ്സ് ദാറ്റ് സ്പോട്ട് ആൻഡ് ഇഷാൻ ഇസ് ദെയർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.